അത് കുട്ടികൾ അറിയേണ്ട കാര്യമില്ല, അത് മുതിർന്നവർ സംസാരിച്ചോളൂ. ഈ ഒരു വാചകം പലപ്പോഴും നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു സമയത്ത് അതിന് റെലവൻസ് ഉണ്ടോ? മുമ്പൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാചകമാണ്. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഇതിന് റെലവൻസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? നമുക്കറിയാം എന്തുകൊണ്ടാണ് മുമ്പ് അങ്ങനെ പറഞ്ഞത്. കുട്ടികൾ അറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്, അവരറിയേണ്ടതില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിനാണ് നമ്മൾ ഏജ് അപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറയുക. ഓരോ സമയത്തും നമ്മൾക്ക് കിട്ടേണ്ടുന്ന ഇൻപുട്സിന് അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ? ആ സമയത്ത് അതല്ലാത്ത ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയാൽ ഒരുപക്ഷെ നമ്മൾ തന്നെ പല രൂപത്തിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസും എല്ലാം വഴിതെറ്റി പോകാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഓരോ സമയത്തും നമ്മൾ സ്കൂളിലടക്കം എഡ്യൂക്കേഷൻ LKG തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കൂല അല്ലെ? വളരെ പടിപടിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക. ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും നമ്മുടെ വ്യക്തിത്വവും എല്ലാം താളം തെറ്റിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെയാണ് ചെറിയ കുട്ടികളിലൂടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ ഗൗരവകരമായ ഒരു വിഷയമാകുന്നത്. ഒരു കുട്ടി, ഒരു 10 വയസ്സുള്ള കുട്ടിയും അതുപോലെ തന്നെ 60 വയസ്സുള്ള ഒരു ആളും രണ്ടുപേരും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വിശാലമായ ഒരു ചന്തയിലേക്ക് കയറുമ്പോൾ അവരുടെ മുമ്പിലേക്ക് സജസ്റ്റ് ചെയ്യപ്പെടുന്ന കോണ്ടന്റുകൾ എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെയുള്ള കോണ്ടന്റുകൾ വരെ ഒരുപക്ഷെ സജസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. ഈ 10 വയസ്സുള്ള കുട്ടിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാത്ത, അവനൊരിക്കലും കേൾക്കേണ്ടതില്ലാത്ത, അവനൊരിക്കലും ആലോചിക്കേണ്ടതില്ലാത്ത ഒരുപാട് കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ അവൻ്റെ മുമ്പിലേക്ക് ചെന്നുകൊള്ളുന്നത്. അവൻ അതിൽ ഇൻവോൾവ് ആകുന്നു. അങ്ങനെ ഇൻവോൾവ് ആകുമ്പോൾ കൂടുതൽ അൽഗോരിതം അത്തരത്തിലുള്ള കോണ്ടന്റുകൾ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നു. അവൻ അതിൽ വ്യാപൃതനാകുന്നു. അത്തരം സർക്കിളുകളിലേക്ക് അവൻ വലിച്ചിഴപ്പെടുന്നു. ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ കുട്ടികളുടെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് പല വികസിത രാജ്യങ്ങളടക്കം കുട്ടികളുടെ സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണങ്ങളും ബാനും അടക്കം കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്നുള്ളത് കൊണ്ടാണ് വിസ്ഡം സ്റ്റുഡൻസ് ഈ വരുന്ന ഞായറാഴ്ച കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന പേരിലുള്ള ഒരു വിശാലമായ ഒരു അവധിക്കാല ക്യാമ്പയിൻ അതിൻ്റെ ഒരു തുടക്കം കുറിക്കുകയാണ്. കോഴിക്കോട് വെച്ചാണ് ആ ഒരു പ്രോഗ്രാം വൈകുന്നേരം. അപ്പോൾ എല്ലാവരെയും ആ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ബോധവൽക്കരണങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.